ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റയർ ആൻഡ് ഡ്യൂഡ്. ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വീടിനുള്ള റേഞ്ച് കിട്ടുന്നില്ലയോ, നിങ്ങളുടെ വീടിനുള്ളിൽ നിങ്ങൾക്ക് റേഞ്ച് കിട്ടുന്നില്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻ്റർനെറ്റ് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല, ഒന്നോ രണ്ടോ കട്ടയൊക്കെയാണ് റേഞ്ച് കിട്ടുന്നത്, അതും ചിലപ്പോൾ കിട്ടാതെ വരും. അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളൊന്നും ചെയ്യേണ്ട, ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിച്ചേക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ കിട്ടും. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയുകയാണ്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ വീടിനുള്ളിൽ റേഞ്ച് കിട്ടിയേക്കാം, ചില റൂമുകളിൽ ചിലപ്പോൾ റേഞ്ച് കിട്ടിയെന്ന് വരില്ല, നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ നല്ല രീതിയിൽ റേഞ്ച് കിട്ടും, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ റേഞ്ച് കിട്ടിയെന്ന് വരില്ല, നിങ്ങളുടെ ആ ലൊക്കാലിറ്റി നല്ല രീതിയിൽ റേഞ്ച് കിട്ടുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ വീട്ടിൽ മാത്രം റേഞ്ച് കിട്ടുന്നില്ല, നിങ്ങളുടെ റൂമിൽ മാത്രം റേഞ്ച് കിട്ടുന്ന അത്തരത്തിലുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഏരിയയിലുള്ള ടവറിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഫ്രീക്വൻസിയുടെ അളവ് മൂലമാണ്. അതിങ്ങനെ കുറഞ്ഞും കൂടിയും നിൽക്കും. ആ ഒരു ഫ്രീക്വൻസിയുടെ അളവ് കുറഞ്ഞും കൂടി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഫീലിംഗ് ഉണ്ടാകുന്നത്. അത് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്ന അതിൻ്റെ ഒരു പവർ അത് കൂടിയും കുറഞ്ഞും നിൽക്കും. അത്തരത്തിലുള്ള സാഹചര്യം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും. ചിലപ്പോൾ ഈ വർഷം കുറവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം ചിലപ്പോൾ ഇതേ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കിട്ടും. ഇതൊക്കെ പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ റേഞ്ചിൽ നമുക്ക് എങ്ങനെ ഇൻ്റർനെറ്റ് സ്പീഡ് ഉപയോഗിക്കാമെന്നാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിൽ ബാക്ക് കവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബാക്ക് കവർ ഊരി മാറ്റി വെച്ചേക്കാം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബാക്ക് കവർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ കട്ടി കൂടും. അതുപോലെ തന്നെ അതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിന് റേഞ്ച് പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ചിപ്പുണ്ട്. ആ ചിപ്പിലാണെങ്കിൽ അധികം ലോഡ് കൊടുക്കുക എന്ന് വെച്ചാൽ നിങ്ങൾ ആ ബാക്ക് കവർ ഊരിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്പം റേഞ്ച് കിട്ടിയെന്ന് വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ അടുത്ത് നിങ്ങൾ ഒരു അലൂമിനിയം ചിപ്പോ അല്ലെങ്കിൽ നിങ്ങൾ അലൂമിനിയം ഒരു പേപ്പറോ അങ്ങനെ ചുരുട്ടി അങ്ങനെ വെക്കുക ഫോണിൻ്റെ അടുത്ത്. അത് വെക്കുമ്പോഴത്തേക്ക് ചെറിയൊരു തോതിൽ നിങ്ങൾക്ക് റേഞ്ച് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് രണ്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അടുത്തത് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ജിയോ സിമ്മാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിനുള്ളിൽ റേഞ്ച് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ജിയോ സിമ്മിൽ നിന്ന് നിങ്ങൾ മറ്റൊരു ജിയോ സിമ്മിലേക്ക് ഒരു കോൾ ചെയ്യുക. കോൾ ചെയ്തിട്ട് ആ കോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻ്റർനെറ്റിൽ നിന്നെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. അതെന്ന് പറയുമ്പോൾ കട്ട സ്പീഡായിരിക്കും, ആ സമയത്ത് ഭയങ്കര സ്പീഡായിരിക്കും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് കോൾ ചെയ്യുക, നിങ്ങളൊന്ന് ഡൗൺലോഡിങ് ഇടുക, നല്ല രീതിയിൽ ഇൻ്റർനെറ്റ് കിട്ടും നമുക്ക്. പിന്നെ അടുത്തതായി പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ ഫോണിൽ അനേക പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ലോക്ക് ഓടുന്നുണ്ട്, അതുപോലെ തന്നെ വെതർ ചെക്ക് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻ്റർനെറ്റ് ആവശ്യം എടുക്കും. എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ വെഡ്ജറ്റ്സും അതുപോലെ തന്നെ ആവശ്യമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ആവശ്യമില്ലാതെ പറയുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ഡിസേബിൾ ആക്കി ഇടുക. ഡിസേബിൾ ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രോസസ്സ് നടക്കുകയില്ല, അത് ഇൻ്റർനെറ്റ് എടുക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ഡിസേബിൾ ചെയ്തിടുക, ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ഡിസേബിൾ ആക്കി ഇടുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വിഡ്ജറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അതൊന്ന് ഡിസേബിൾ ആക്കി ഇടുക, അല്ലെങ്കിൽ നിങ്ങൾ റിമൂവ് ചെയ്ത് കളയുക. വെദർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസേബിൾ ആക്കി ഇടുക. പിന്നീട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്ങിൽ സിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ സിങ്ക് എന്ന ഓപ്ഷൻ നിങ്ങളൊന്ന് ഡിസേബിൾ ആക്കി ഇടുക. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗം കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് സിങ്ക് എന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ആക്കാം. അതെന്തിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സിങ്ക് എന്ന ഓപ്ഷൻ എന്തിനാണെന്ന്. പിന്നെ അടുത്ത ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫേസ്ബുക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ലൈറ്റ് വെർഷൻ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ലൈറ്റ് വെർഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അധികം നെറ്റ് അത് എടുക്കുകയില്ല, അതിനോടൊപ്പം തന്നെ അത് നല്ലൊരു സ്പീഡ് അതിൽ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ലൈറ്റ് വെർഷൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ അധികം ബ്രൗസിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ബ്രൗസറിൽ നിന്ന് നിങ്ങളുടെ ഹിസ്റ്ററിയൊക്കെ ക്ലെയിം ചെയ്തിടുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ക്യാഷ് എന്ന് പറഞ്ഞത് മെയിനാണ്. ആ ക്യാഷ് എല്ലാം നിങ്ങൾ ക്ലിയർ ആക്കി ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യാനൊക്കെ പറ്റും. ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ ഫോണിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വൈഫൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനൊന്നും ആവശ്യമില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഫോണിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. നല്ല രീതിയിലുള്ള ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണിൽ ഇതെല്ലാം ചെയ്തിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല, റേഞ്ച് കിട്ടുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ഫോണിൻ്റെയാണ്. നിങ്ങളുടെ ഫോൺ 1-2 വർഷമൊക്കെ പഴക്കമുള്ള ഫോണാണെങ്കിൽ, അത്ര നാൾ ഉപയോഗിച്ചൊരു ഫോണാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇൻ്റർനെറ്റ്, അതായത് ആ റേഞ്ച് പിടിച്ചേക്കുന്ന ചിപ്പിൻ്റെ പവർ അതിൻ്റെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മുടെ ഫോണിൻ്റെ കാലാവധി കൂടുതലനുസരിച്ച് അതിൻ്റെ ചിപ്പിൻ്റെയും അതുപോലെ തന്നെ പാർട്സിൻ്റെ എല്ലാം പവർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു ഭാഗമെന്ന് വേണമെങ്കിൽ പറയാം, ഈ ഒരു റേഞ്ച് പിടിച്ചേക്കുന്ന ഒരു ചിപ്പിൻ്റെ
പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ അധികമായിട്ട് റേഞ്ച് പിടിച്ചെടുക്കാൻ കഴിയാതെ വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഒരു സാംസങ് ഉണ്ടായിരുന്നു. ആ സാംസങ് ഫോണിൽ അധികം റേഞ്ച് പിടിക്കത്തില്ലായിരുന്നു, വൈഫൈ പോലും പിടിച്ചെടുക്കാൻ കഴിയില്ലായിരുന്നു. കാര്യം ഞാൻ തിരക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പോൾ റേഞ്ച് പിടിക്കുന്നതിൻ്റെ പവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ പുതിയൊരു ഫോൺ വാങ്ങിയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ വാട്സാപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വാട്സാപ്പിൽ ഇന്റർനെറ്റ് ഓണായി കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വരുന്ന മെസ്സേജസ് എന്ന് പറയുമ്പോൾ വീഡിയോസ്, ഫോട്ടോസ്, ഫയൽസ്, ഓഡിയോസ് ഒക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ടും ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളൊന്ന് ഡിസേബിൾ ആക്കി ഇടുക. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്റർനെറ്റ് നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, വീഡിയോസും ഫോട്ടോസും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ നെറ്റ് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റ് സ്ലോ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് ഓട്ടോമാറ്റിക് ഡൗൺലോഡ് എന്ന ഓപ്ഷൻ ഒന്ന് ഡിസേബിൾ ആക്കി ഇടുക. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനാണ് ഞാൻ ഈ പറഞ്ഞതെന്ന്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഡിസേബിൾ ആക്കി ഇടുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യമെല്ലാം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടത് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലെ കൂടി ഇടുമ്പോൾ നടിച്ച് പൊട്ടിച്ചേക്കുക. ഓക്കെ ഗൈസ്, ഇനി നല്ലൊരു വീഡിയോ കാണാം. ബൈ.